കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുത്തേറ്റ് മരിച്ച യുവ ഡോക്ടർ വന്ദനാദാസിനെ ഓർമ്മയില്ലേ? മെഡിക്കൽ രംഗത്ത് വലിയ വിജയങ്ങൾ സ്വപ്നം കണ്ട മിടുക്കിയായ പെൺകുട്ടി. ഡോക്ടർ ആയതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടമായവൾ. വന്ദനയുടെ ഓർമ്മയ്ക്ക് 1 വർഷം തികയുമ്പോഴും ഏകമകൾ മരിച്ചെന്ന് വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് വന്ദനയുടെ അച്ഛനും അമ്മയും. വന്ദനയുടെ വസ്ത്രങ്ങൾ, സ്റ്റെതസ്കോപ്പ്, കോട്ട്, പുസ്തകങ്ങൾ അങ്ങനെ എല്ലാം ഇപ്പോഴും ആ മുറിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ മാതാപിതാക്കൾ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമായ 25 ലക്ഷം രൂപ ഇപ്പോഴും മാതാപിതാക്കൾ കൈപ്പറ്റിയിട്ടില്ല. മകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നീതി കിട്ടിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണിവർ. 2023 മെയ് 10-നാണ് കോട്ടയം മുട്ടുച്ചിറ നമ്പിച്ചിറക്കാലയിൽ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകൾ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. കൊല്ലം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ MBBS പഠനത്തിനു ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി സേവനമനുഷ്ഠിക്കവെയായിരുന്നു വന്ദന കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോലീസ് എത്തിച്ച കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായ പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് അക്രമാസക്തനായ രോഗി ഡോക്ടറെ കത്രിക ഉപയോഗിച്ച് കുത്തിയത്. നിരവധി തവണ കുത്തേറ്റ വന്ദന 7 മണിയോടെ മരണപ്പെട്ടു. CBI അന്വേഷണത്തിനുള്ള അപ്പീൽ ഹൈക്കോടതി തള്ളിയതിനാൽ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് മാതാപിതാക്കൾ. ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഇതിനിടെ കേസന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റ് പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും ഹൈക്കോടതി പ്രസ്തുത ഹർജി നിരസിക്കുകയായിരുന്നു. എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നത്. മകളുടെ ആത്മാവിന് നീതി കിട്ടും വരെ അതിനായി ഏതറ്റം വരെ പോകുമെന്നും ഇവർ പറയുന്നു. ഓഗസ്റ്റ് ആദ്യവാരമാണ് പോലീസ് കുറ്റപത്രം കൊട്ടാരക്കര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. നിലവിൽ കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലാണ് കേസ് നടക്കുന്നത്. ഡ്യൂട്ടി ചെയ്യവേ ജീവൻ നഷ്ടമായ അവൾ എത്രമാത്രം ഭയവും വേദനയും അനുഭവിച്ചിരിക്കും. മകൾ ഡോക്ടറായതിൽ അഭിമാനം കൊണ്ട മാതാപിതാക്കൾ ഇന്നും അതേ ജോലിക്കിടെ മകൾ ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ്. ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി 2023 സെപ്റ്റംബർ 21-ന് സർക്കാർ സമഗ്രമായ മെഡിക്കോ ലീഗോ പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.